വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമുക്കൊരു നാടൻ റെസിപ്പി ആയാലോ? കടലയും കായും ചേനയും ഒക്കെ ചേർത്ത് ഒരു നാടൻ പുഴുക്കുണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ? ആദ്യം തന്നെ കുക്കറിലേക്ക് തലേന്ന് രാത്രി സോക്ക് ചെയ്ത് വെച്ച കടല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, വെള്ളവും കൂടി ഒഴിച്ച് ഒരു 4 വിസിൽ അടിച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച കായും ചേനയും കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കർ 1 വിസിലും കൂടി അടിച്ചെടുക്കുക. ഇതിന്റെ അരപ്പുണ്ടാക്കാനായിട്ട് ചിരകിയ തേങ്ങയും 6 ചെറിയുള്ളിയും 1/2 ടേബിൾ സ്പൂൺ ജീരകവും കുറച്ച് മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അരഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. കുക്കർ തുറന്ന് അരപ്പൊഴിച്ച് വെള്ളം കുറച്ച് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് തേങ്ങാക്കൊത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ തേങ്ങ ഒന്ന് വഴറ്റിയെടുക്കുക. തേങ്ങ ഒന്ന് ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണക്കമുളകും കൂടി ഇട്ട് മൂത്ത് വന്നാൽ പുഴുക്കിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് നമ്മളെ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് കഞ്ഞിക്കും സന്ധ്യക്ക് ഒരു കാപ്പിയുടെ കൂടെയൊക്കെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.